ബീഫും കൂട്ടി പൊറാട്ടയടിക്കുന്ന വലിയൊരു ജനവിഭാഗം ഉൾക്കൊള്ളുന്ന സമൂഹമാണ് കേരളീയ സമൂഹം. ആ മലയാളികളോട് ആരെങ്കിലും ബീഫ് നിരോധനം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ഇനി എന്ത് സംഭവിച്ചാലും അതൊന്നും ഇവിടെ നടപ്പിലാവാൻ പോകുന്നില്ല എന്നതൊരു നഗ്ന സത്യമാണ്. എന്നാൽ ഇന്ത്യയിലെ വിവിധ ഇടങ്ങളിൽ ഈ ഗോവധ നിരോധനം നിലനിൽക്കുന്നുണ്ട്. അവയെക്കുറിച്ച് വളരെ ലഘുവായി നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ശേഷം ഈ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോകളും സെർച്ച് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഹിന്ദു സമൂഹത്തിലും ഇന്ത്യയിലെ മൈക്രോ മൈനോറിറ്റികളായ ജൈന ബുദ്ധ വിഭാഗങ്ങളിലെ വിവിധ ചിന്താധാരകൾക്കും പശു ഒരു പുണ്യമൃഗമാണ്. അവരതിനെ അമ്മയെപ്പോലെ കണ്ട് ആരാധിക്കുന്നു. കേട്ടിട്ടില്ലേ ഗോമാതാവ്? ആയിരക്കണക്കിന് വർഷങ്ങളായി ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ ഗോവധ നിരോധനമുണ്ട്. ഇസ്ലാമിക ഭരണാധികാരികളായ മുഗളന്മാർ ഭരിച്ചപ്പോൾ പോലും ഇന്ത്യയിലെ വിവിധ ഇടങ്ങളിൽ ഗോവധ നിരോധനം ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ വന്നപ്പോഴും ഈ സ്ഥിതിക്ക് മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. ബ്രിട്ടനെതിരെ ആദ്യമായി ഇന്ത്യക്കാർ ആയുധമെടുത്തതും ഈ ഹോളി കവിന്റെ പേരിലായിരുന്നു. അതായത് ബ്രിട്ടീഷുകാർ നമ്മളെ അടക്കി ഭരിക്കാൻ തുടങ്ങിയപ്പോഴും അടങ്ങിയിരുന്ന നമ്മൾ പശുക്കൊഴുപ്പ് ചേർത്ത തോക്കിന്റെ തിര നൽകിയപ്പോൾ ആകെ പിടുത്തമിട്ട് പോരിനിറങ്ങി. നീ ഞങ്ങളുടെ ഗോമാതാവിനെ അപമാനിക്കുമല്ലേടാ എന്നലറി 1857 ബ്രിട്ടീഷ് ശിപ്പായികളിൽ നിന്നും ശിപ്പായി ലഹള പൊട്ടിപ്പുറപ്പെട്ടു. ശിപ്പാരിമാർ തുടങ്ങിവെച്ച ലഹള ബ്രിട്ടനെതിരെ ആളിക്കത്തുകയും നിരവധി ധീരയോദ്ധാക്കളിൽ അഗ്നിയായി പടർന്നു പന്തലിക്കുകയും ചെയ്തു. നമ്മൾ വിഷയത്തിൽ നിന്നും മാറിപ്പോയോ? ഇല്ല, നമുക്ക് വിഷയത്തിലേക്ക് തന്നെ വരാം. ശിപ്പായി ലഹളയിൽ നിന്നും കാര്യം പിടികിട്ടിയ ബ്രിട്ടീഷുകാർ സ്വൈര്യ ഭരണത്തിന് വേണ്ടി വിവിധ പ്രദേശങ്ങളിൽ ആ ഹോളി കവിന്റെ കൊലപാതകങ്ങൾ നിരോധിച്ചു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. ചോരയും വിയർപ്പും കൂട്ടത്തിന് ലേശം അഹിംസയും വിളമ്പി ബ്രിട്ടനിൽ നിന്ന് നാം സ്വാതന്ത്ര്യം പിടിച്ചെടുത്തു. അങ്ങനെ വെള്ളക്കാർ പോയി, കൊള്ളക്കാർ അധികാരത്തിലെത്തി. കോൺഗ്രസിന്റെ ഭരണത്തിലും സ്ഥിതി ഒട്ടും വിഭിന്നമായിരുന്നില്ല. ആദ്യകാലങ്ങളിൽ കോൺഗ്രസിന്റെ ചിഹ്നം തന്നെ പശുവും കിടാവുമായിരുന്നു. ഭരണഘടനയിലെ 48ാം ആർട്ടിക്കിൾ ഉപയോഗിച്ച് ഇന്ദിരാഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ വിവിധ പ്രദേശങ്ങളിൽ ഗോവധം നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കി. അങ്ങനെ വിവിധ കാലങ്ങളിലായി 20ഓളം സംസ്ഥാനങ്ങളിൽ ഭാഗികമായോ പൂർണ്ണമായോ അഹിംസാ പാർട്ടി പശുവിൻ്റെ കൊലപാതകം നിരോധിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അഭിനവ ഹിന്ദു സാമ്രാട്ട് എന്നും അഭിനവ ഛത്രപതി ശിവജി എന്നുമെല്ലാം ആരാധകർ തന്നെ വിശേഷിപ്പിക്കുന്ന സാക്ഷാൽ നരേന്ദ്രമോദി അധികാരത്തിലെത്തുന്നത്. അഹിംസാ പാർട്ടി സാമാന്യം എല്ലായിടത്തും തന്നെ ഗോവധം നിരോധിച്ചതുകൊണ്ട് മൂപ്പർക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും വിട്ടുകൊടുക്കാൻ പറ്റുമോ? മൂപ്പര് നിരോധിച്ചു അങ്ങ് മഹാരാഷ്ട്രയിൽ. ഇനി മറ്റൊരു ട്വിസ്റ്റ് ഉണ്ട്. വാസ്തവത്തിൽ ഇന്ത്യയിൽ ഒരിടത്തും ബീഫിന് അഥവാ പോത്തിറച്ചിക്ക് നിരോധനം ഒന്നുമില്ല. ഉള്ളത് പശു അഥവാ ഗോമാതാവിനെ കൊല്ലാനും ഹിംസിക്കാനും മാത്രമാണ്. അപ്പോൾ ബീഫും കുട്ടി പൊറാട്ടയടിക്കുന്ന ആരും തന്നെ അല്പം പോലും ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവും നിലവിലില്ല. അപ്പോൾ മുകളിൽ പറഞ്ഞതൊക്കെയാണ് ഇന്ത്യയിലെ ബീഫ് നിരോധനത്തിന്റെ ഗോവധ നിരോധനത്തിന്റെ ലഘുചരിത്രം. അമ്മേ ഗോമാതാവേ, നിനക്കെൻ്റെ പ്രണാമം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.